ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായി പോകുന്നത് ആൽക്കലോയിഡുകൾ എന്ന് പറയുന്ന പോർഷനാണ്. അതിനാദ്യം നോക്കാനായിട്ടുള്ളത് നൈട്രജൻ അടങ്ങിയ പ്രകൃതിദത്തമായ രാസവസ്തുക്കളാണ് ആൽക്കലോയിഡുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നൈട്രജൻ അടങ്ങിയ പ്രകൃതിദത്തമായ രാസവസ്തുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൽക്കലോയിഡുകൾ എന്ന് വിളിക്കുന്നത്. ഇനി ആൽക്കലോയിഡ് എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? കോൾ എഫ് ഡബ്ല്യു മെയ്സറാണ്. കോൾ എഫ് ഡബ്ല്യു മെയ്സറാണ് 1819 ജർമ്മൻ ശാസ്ത്രജ്ഞനായിരുന്ന ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ആൽക്കലോയിഡ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. ആൽ ഖാലി എന്ന അറബ് പദത്തിൽ നിന്നാണ് ഈ ആൽക്കലോയിഡ് എന്ന പദം രൂപം കൊണ്ടത്. അപ്പോൾ ആൽ ഖാലി എന്ന അറബി വാക്കിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ആൽക്കലോയിഡ് എന്ന പദം രൂപം കൊണ്ടത്. പ്രകൃതിദത്തമായ രാസസംയുക്തങ്ങളുടെ കൂട്ടമാണ് എന്ത്? ആൽക്കലോയിഡുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രകൃതിദത്തമായ രാസസംയുക്തങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആൽക്കലോയിഡുകൾ എന്ന് വിളിക്കുന്നത്. സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലാണ് ഇവ സംഭരിക്കുന്നത്. അപ്പോൾ ആൽക്കലോയിഡ് എന്താണ്? സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? സംഭരിക്കുന്നത്. ആൽക്കലോയിഡ് കൂടുതലും ഖരവസ്തുക്കളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽക്കലോയിഡ് എന്താണ്? കൂടുതലും ഖരവസ്തുക്കളാണ്. ഇവയിൽ ചിലപ്പോൾ ന്യൂട്രൽ അല്ലെങ്കിൽ ദുർബലമായ അസിഡിക് സംയുക്തങ്ങൾ അടങ്ങിയിരിക്കാം. ഇവയിൽ എന്ത് ചെയ്യാം? ന്യൂട്രൽ അല്ലെങ്കിൽ ദുർബലമായ അസിഡിക് സംയുക്തങ്ങൾ അടങ്ങിയിരിക്കാം. ആൽക്കലോയിഡുകൾ അവയുടെ ബൊട്ടാണിക്കൽ, ബയോകെമിക്കൽ വിഭവം എന്നിവയിൽ മാത്രമല്ല ഘടനയിലും ഫാർമക്കോളജിക്കൽ പ്രവർത്തനങ്ങളിലും വലിയ വൈവിധ്യം പ്രകടിപ്പിക്കുന്നവയാണ്. അപ്പോൾ ആൽക്കലോയിഡുകൾ അവയുടെ ബൊട്ടാണിക്കൽ, ബയോകെമിക്കൽ വിഭവം എന്നിവയിൽ മാത്രമല്ല ഘടനയിലും ഫാർമക്കോളജിക്കൽ പ്രവർത്തനങ്ങളിലും വലിയ വൈവിധ്യം പ്രകടിപ്പിക്കുന്നവയാണ്. ഇനി പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാ? നിക്കോട്ടിനാണ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് ഏതാണ്? നിക്കോട്ടിനാണ്. കാപ്പിയിൽ ഏതാ? കഫീനാണ്. കാപ്പിയിൽ കഫീനാണ്. കുരുമുളകിൽ എന്താ? പെപ്പറിനാണ്. കുരുമുളകിൽ പെപ്പറിനാണ്. മുളകിൽ ക്യാപ്സസിനാണ് മുളകിൽ. മഞ്ഞളിൽ എന്താ? കുർക്കുമിൻ. മഞ്ഞളിൽ കുർക്കുമിനാണ്. തേയിലയിലോ? തേയില തേയീനാണ്. വേപ്പില് മാർഗോസിൻ എന്ന് പറയുന്ന ആൽക്കലോയിഡാണ് വേപ്പില്. ഇഞ്ചിയിൽ ഏതാ? ജിഞ്ചറിൻ. കോളയിലോ? കഫീൻ. കോളയിലും കാപ്പിയിലും എന്താണ്? കഫീനാണ്. കഫീൻ. ഓക്കെ. ഇനി ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രാസവസ്തുക്കളെ പരിചയപ്പെടാം. ഒന്ന് ടാർട്രാസിൻ. എന്താ? ഫുഡുകളിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ടാർട്രാസിൻ. ഇനി ചുവപ്പ് നിറം നൽകാനായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാ? എറിത്രോസിൻ. ചുവപ്പ് നിറം നൽകാൻ എറിത്രോസിൻ. കൃത്രിമ പാനീയങ്ങളിൽ പുളിരുചി കൂട്ടാൻ ഫോസ്ഫോറിക് ആസിഡാണ്. എന്താണ്? ഫോസ്ഫോറിക് ആസിഡാണ്. പുളിരുചി കിട്ടാൻ കൃത്രിമ പാനീയങ്ങളിൽ പുളിരുചി കിട്ടാൻ വേണ്ടി ചേർക്കുന്നത് ഫോസ്ഫോറിക് ആസിഡാണ്. പൈനാപ്പിൾ സുഗന്ധത്തിന് ഉപയോഗിക്കുന്ന ഏതാണ്? അലൈൻ ഹെക്ക് സനോയേറ്റാണ്. എന്താണ്? അലൈൻ ഹെക്ക് സനോയേറ്റാണ് പൈനാപ്പിൾ സുഗന്ധത്തിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ആൽബർട്ട് ഐൻസ്റ്റീനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണ്. അദ്ദേഹം ആരാണ്? ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം ഇദ്ദേഹം നൽകിയിട്ടുണ്ട്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് വിശദീകരണം നൽകിയ വ്യക്തിയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹത്തിന് 1921 ഭൗതിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്. 1921 ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാ? തിയറി ഓഫ് റിലേറ്റീവ്. ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ പിതാവാണ് ആര്? ആൽബർട്ട് ഐൻസ്റ്റീൻ. 1915 പൊതു ആപേക്ഷിക സിദ്ധാന്തം എന്ത് ചെയ്തിട്ടുണ്ട്? അവതരിപ്പിച്ചിട്ടുണ്ട്. 1915 പൊതു ആപേക്ഷിക സിദ്ധാന്തം എന്ത് ചെയ്തിട്ടുണ്ട്? അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി എന്താണ് എസ്റ്ററുകൾ എന്ന് നോക്കാം. ആസിഡുകളും ആൽക്കഹോളും തമ്മിൽ ചേർന്ന് കാണപ്പെടുന്ന മിശ്രിതങ്ങളാണ് എസ്റ്ററുകൾ. എന്താണ്? ആസിഡുകളും ആൽക്കഹോളും തമ്മിൽ ചേർന്ന് കാണപ്പെടുന്ന മിശ്രിതങ്ങളാണ് എസ്റ്ററുകൾ. ഇവ പഴങ്ങളുടെയും പൂക്കളുടെയും കൃത്രിമ ഗന്ധത്തിനും പുളിരുചിക്കും
പുളിരുചിയല്ല, സോറി, രുചിക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എസ്റ്ററുകൾ ചേർക്കുന്നുണ്ട്. എസ്റ്റർ എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ലിയോപോൾഡ് മെലിനാണ്. ലിയോപോൾഡ് മെലിനാണ് എസ്റ്റർ എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ്. എസ്റ്ററുകൾ ഉണ്ടാക്കുന്ന പ്രവർത്തനത്തെ അറിയപ്പെടുന്ന എന്താണ്? എസ്റ്ററിഫിക്കേഷൻ. എന്താണ്? എസ്റ്ററിഫിക്കേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. പൈനാപ്പിൾ ഇത് കിട്ടാൻ വേണ്ടി ചേർക്കുന്ന എസ്റ്റർ ഏതാണ്? ഈഥൈൽ ബ്യൂട്ടറേറ്റ് ആണ്. ഈഥൈൽ ബ്യൂട്ടറേറ്റ് ആണ്. മുല്ലപ്പൂവിൻ്റെ മണത്തിനോ? ബെൻസൈൻ അസറ്റേറ്റ് ആണ്. ബെൻസൈൻ അസറ്റേറ്റ് ആണ്. അപ്പോൾ ഈഥൈൻ ബ്യൂട്ടറേറ്റ് പൈനാപ്പിൾ, ബെൻസൈൽ അസറ്റേറ്റ് മുല്ലപ്പൂ. ഓറഞ്ച് ആണെങ്കിലോ? ഒക്ടൈൽ അസറ്റേറ്റ്. ഇനി വാഴപ്പഴത്തിൻ്റെ ആണെങ്കിലോ? ഐസോ അമൈൽ അസറ്റേറ്റ്. എന്താണ്? വാഴപ്പഴം ആണെങ്കിൽ ഐസോ അമൈൽ അസറ്റേറ്റ്. തേനാണെങ്കിലോ? മീഥൈൻ ഫിനൈൽ അസറ്റേറ്റ്. എന്താണ്? തേനാണെങ്കിൽ മീഥൈൻ ഫിനൈൽ അസറ്റേറ്റ്. ഇനി മുന്തിരി ആണെങ്കിലോ? മീഥൈൽ ആന്ത്രാനിലേറ്റ്. മുന്തിരിക്കാണെങ്കിൽ മീഥൈൽ ആന്ത്രാനിലേറ്റ്. വിൻ്റർ ഗ്രീൻ ആണെങ്കിലോ? മീഥൈൽ സാലിസിലിക്കേറ്റ്. എന്താണ്? മീഥൈൽ ആണെങ്കിൽ വിൻ്റർ ഗ്രീൻ ആണെങ്കിൽ മീഥൈൽ സാലിസിലിക്കേറ്റ് ആണ്. സ്ട്രോബെറി ആണെങ്കിൽ മീഥൈൽ സിനമേറ്റും ഈഥൈൽ ബ്യൂട്ടറേറ്റുമാണ് സ്ട്രോബെറിയിൽ വരുന്നത്. ഓക്കെ, ഇനി കുറച്ച് അപരനാമങ്ങൾ പഠിച്ചു വെക്കാം. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് ഏതാ? അയൺ പൈറക്റ്റിക്സ് ആണ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറക്റ്റിക്സ് ആണ്. ചിരിപ്പിക്കുന്ന വാതകം എന്നറിയപ്പെടുന്ന ഏതാണ്? നൈട്രസ് ഓക്സൈഡ് ആണ്. ചിരിപ്പിക്കുന്ന വാതകം ഏതാണ്? നൈട്രസ് ഓക്സൈഡ് ആണ്. സാർവത്രിക ലായകം ഏതാ? ജലമാണ്. സാർവത്രിക ലായകം ജലമാണ്. രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ് ആണ്. വുഡ് സ്പിരിറ്റ് ഏതാ? മെഥനോൾ. വുഡ് സ്പിരിറ്റ് ഏതാണ്? മെഥനോൾ. വുഡ് സ്പിരിറ്റ് ഏതാണ്? മെഥനോൾ ആണ്. ലോഹങ്ങളുടെ രാജാവ് ഏതാ? സ്വർണ്ണം. ലോഹങ്ങളുടെ രാജാവ് സ്വർണ്ണമാണ്. രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത് ഏതാ? അക്വാറീജിയ. രാജകീയ ദ്രാവകം ഏതാണ്? അക്വാറീജിയ. അത്ഭുത ഔഷധം ഏതാ? ആസ്പിരിൻ. അത്ഭുത ഔഷധം എന്നറിയപ്പെടുന്നത് ആസ്പിരിൻ ആണ്. ചതുപ്പ് വാതകം ഏതാ? മീഥൈൻ. ചതുപ്പ് വാതകം മീഥൈൻ ആണ്. വിഷങ്ങളുടെ രാജാവ് ഏതാണ്? ആർസനിക് ആണ്. വിഷങ്ങളുടെ രാജാവ് ആർസനിക് ആണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ് ആണ്. ഓയിൽ ഓഫ് വിട്രിയോൾ സൾഫ്യൂരിക് ആസിഡ് ആണ്. യെല്ലോ കേക്ക് ഏതാണ്? യുറേനിയം ഓക്സൈഡ് ആണ്. യെല്ലോ കേക്ക് യുറേനിയം ഓക്സൈഡ് ആണ്. തത്വജ്ഞാനികളുടെ കമ്പിളി എന്നറിയപ്പെടുന്നത് സിങ്ക് ഓക്സൈഡ് ആണ്. തത്വജ്ഞാനികളുടെ കമ്പിളി ഏതാണ്? സിങ്ക് ഓക്സൈഡ് ആണ്. വൈറ്റ് വിട്രിയോൾ എന്ന് പറയുന്നത് സിങ്ക് സൾഫേറ്റ് ആണ്. വൈറ്റ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫേറ്റ് ആണ്. ഗ്രീൻ വിട്രിയോൾ എന്താണ്? ഫെറസ് സൾഫേറ്റ് ആണ്. ഗ്രീൻ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് ഫെറസ് സൾഫേറ്റ് ആണ്. ബ്ലൂ വിട്രിയോൾ ഏതാണ്? കോപ്പർ സൾഫേറ്റ് ആണ്. ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്. കുക്ക് സിൽവർ ഏതാ? മെർക്കുറിയാണ്. ക്വിക്ക് സിൽവർ ഏതാണ്? മെർക്കുറിയാണ്. വെളുത്ത സ്വർണം ഏതാ? പ്ലാറ്റിനമാണ്. വെളുത്ത സ്വർണം പ്ലാറ്റിനമാണ്. ഭാവിയുടെ ഇന്ധനം ഏതാ? ഹൈഡ്രജനാണ്. ഭാവിയുടെ ഇന്ധനം ഹൈഡ്രജനാണ്. ഭാവിയുടെ ഇന്ധനം ഹൈഡ്രജനാണ്. ഭാവിയുടെ ലോഹം ഏതാണ്? ടൈറ്റാനിയമാണ്. അത്ഭുത ലോകം ഏതാണ്? ടൈറ്റാനിയമാണ്. അത്ഭുത ലോകം ടൈറ്റാനിയമാണ്. റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് ആസ്പെറ്റോസ് ആണ് അല്ലേ? റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് ആസ്പെറ്റോസ് ആണ്. റോക്ക് കോട്ടൺ ഏതാണ്? ആസ്പെറ്റോസ് ആണ്. പേൾ ആഷ് ഏതാണ്? പൊട്ടാസ്യം കാർബണേറ്റ് ആണ്. പേൾ ആഷ് ഏതാണ്? പൊട്ടാസ്യം കാർബണേറ്റ് ആണ്. രാസസൂര്യൻ ഏതാ? മഗ്നീഷ്യമാണ്. രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യമാണ്. വാട്ടർ ഗ്ലാസ് ഓർ ലിക്വിഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത് സോഡിയം സിലിക്കേറ്റ് ആണ്. വാട്ടർ ഗ്ലാസ് ഓർ ലിക്വിഡ് ഗ്ലാസ് എന്നറിയപ്പെടുന്നത് സോഡിയം സിലിക്കേറ്റ് ആണ്. ഷുഗർ ഓഫ് ലെഡ് എന്നറിയപ്പെടുന്നത് ലെഡ് അസസ്റ്റേറ്റ് ആണ്. ഷുഗർ ഓഫ് ലെഡ് ഏതാണ്? ലെഡ് അസസ്റ്റേറ്റ് ആണ്. ടേബിൾ സാൾട്ട് ഏതാ? സോഡിയം ക്ലോറൈഡ്. ടേബിൾ ഷുഗർ ഏതാ? സൂക്രോസ്. ടേബിൾ ഷുഗർ സൂക്രോസും ടേബിൾ സാൾട്ട് സോഡിയം ക്ലോറൈഡും ആണ്. ബ്രെയിൻ ലായനി ഏതാ? സോഡിയം ക്ലോറൈഡ് ലായനിയാണ്. ബ്രെയിൻ ലായനി എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് ലായനിയാണ്. ഓയിൽ ഓഫ് വിൻ്റർ ഗ്രീൻ ഏതാ? മീഥൈൽ സാലിസിലേറ്റ് ആണ്. ഓയിൽ ഓഫ് വിൻ്റർ ഗ്രീൻ എന്നറിയപ്പെടുന്നത് മീഥൈൽ സാലിസിലേറ്റ് ആണ്. ഗന്ധകം ഏതാണ്? സൾഫർ ആണ്. നീലജലം ഏതാണ്? നീലസ്വർണം എന്ന് പറയുന്നത് ജലമാണ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രാസൈറ്റ് ആണ്. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രാസൈറ്റ് ആണ്. ബ്രൗൺ കോൾ ലിഗ്നൈറ്റ് ആണ്. ബ്രൗൺ കോൾ ലിഗ്നൈറ്റ് ആണ്. ബ്ലാക്ക് ലെഡ് ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ് ആണ്. വൈറ്റ് ടാർ ഏതാണ്? നാഫ്തലിൻ ആണ്.
വൈറ്റ് ടാർ നാഫ്തലിനാണ്. ശിലാതൈലം ഏതാണ്? പെട്രോളിയം. ശിലാതൈലം പെട്രോളിയമാണ്. കറുത്ത സ്വർണം ഏതാ? പെട്രോളിയമാണ്. കറുത്ത സ്വർണം എന്ന ശിലാതൈലം പെട്രോളിയമാണ്. സ്പിരിറ്റ് ഓഫ് നൈട്ര ഏതാണ്? നൈട്രിക് ആസിഡാണ്. സ്പിരിറ്റ് ഓഫ് നൈട്രിക് ആസിഡാണ്. മെഥനോയിക് ആസിഡ് ഏതാണ്? ഫോർമിക് ആസിഡാണ്. മെഥനോയിക് ആസിഡ് ഏതാണ്? ഫോർമിക് ആസിഡാണ്. എഥനോയിക് ആസിഡ് ഏതാണ്? അസറ്റിക് ആസിഡാണ്. എഥനോയിക് ആസിഡ് അസറ്റിക് ആസിഡാണ്. നാഗം അത് സിങ്കാണ്. നാഗം എന്നറിയപ്പെടുന്നത് സിങ്കാണ്. കറുത്തീയം എന്താ? ലെഡ്. കറുത്തീയം ലെഡാണ്. വെളുത്തീയം ടിന്നാണ്. കറുത്തീയം ലെഡും വെളുത്തീയം ടിന്നുമാണ്. വൈറ്റ് ഗോൾഡ് ഏതാ? പ്ലാറ്റിനം. വൈറ്റ് ഗോൾഡ് പ്ലാറ്റിനം. അസാധാരണ ലോകം അത് മെർക്കുറിയാണ്. അസാധാരണ ലോകം എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ്. ലിക്വിഡ് സിൽവർ ഏതാ? അത് മെർക്കുറിയാണ്. ലിക്വിഡ് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ്. ലിറ്റിൽ സിൽവർ ഏതാ? പ്ലാറ്റിനമാണ്. ലിറ്റിൽ സിൽവർ ഏതാണ്? പ്ലാറ്റിനമാണ്. സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. ഓക്കെ, സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. ഓക്കെ.